ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ ആദ്യം തന്നെ ഉള്ളത് വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഡെഫിനേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ബേസിക് ഡിസൈൻ ഓഫ് സ്ട്രക്ചർ ആൻഡ് പവേഴ്സ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇറ്റ്സ് സിറ്റിസൺസും. ദർ can be no nation without constitutions. Constitution need not to be in written in nature. Based on amendment nature, constitution has divided into rigid and flexible constitution. എന്താണ് ഇതിൽ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എന്താണ്? ഒരു കൺട്രിയുടെ ഗവൺമെന്റിന്റെ സ്ട്രക്ചറും പവറിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്താണ് ഒരു സിറ്റിസണിന്റെ റൈറ്റിനും ഡ്യൂട്ടിയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ളത്. ഒരു നാഷനും കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ ഇല്ല. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ ഫോർമാറ്റ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് നേച്ചറിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. Early as in December 1918, in the 33rd session of Indian National Congress held in Delhi, a resolution was unanimously adopted demanding for free will and right of India. ഇന്ത്യയുടെ റൈറ്റ്സിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കണം. അതിൻ്റെ ഹിസ്റ്ററിയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഡിസംബർ 1918 എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡൽഹിയിൽ വെച്ച് ഒരു അഡോപ്റ്റ് ചെയ്യാണ്. മീൻസ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ള രീതിക്ക്. ഓക്കെ, 19 ജവഹർലാൽ നെഹ്റു പ്രസന്റഡ് എ ഡ്രാഫ്റ്റ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു 1928 ഒരു ഡ്രാഫ്റ്റ് മുമ്പോട്ട് വെക്കണം. ഇറ്റ് വാസ് 1934 that the idea of Constitution Assembly for India was put forward for the first time by M.N. Roy, a pioneer of communist movement in India. 1934 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നുള്ളൊരു ഐഡിയ മുമ്പോട്ട് വെക്കാണ് ആര്? M.N. Roy. He was a communist. In 1942, Sir Stafford Cripps, a member of cabinet, came to India with a draft proposal of British government on framing an independent constitution to be adopted in the World War II. World War II ശേഷം 1942 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ സർ സ്റ്റിഫോർഡ് ക്രിപ്സ് എന്ന് പറഞ്ഞ ക്യാബിനറ്റ് മെമ്പർ വന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസ് ചെയ്യണം, ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിക്ക്. The Cripps proposal were rejected by Muslim League, which wanted India to be divided into two autonomous states with two separate constituent assemblies. ക്രിപ്സ് മുമ്പോട്ട് വെച്ച പ്രപ്പോസൽ മുസ്ലിംസ് റിജക്ട് ചെയ്തു, മുസ്ലിം ലീഗ് റിജക്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ദേ വാണ്ട് ടു ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ആക്കിയ പോലെ രണ്ട് ഓട്ടോണമസ് സ്റ്റേറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ട്, രണ്ടിനും രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുള്ള രണ്ട് ഓട്ടോണമസ് സ്റ്റേറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ക്രിപ്സ് ഫോർവേഡ് ചെയ്തിട്ടുള്ള പ്രപ്പോസൽ റിജക്ട് ചെയ്തു. 9th December 1946, the Constituent Assembly meeting held to frame constitution under the temporary chairmanship of Dr. Sachidananda Sinha. ഡിസംബർ 1946 9 ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹെൽഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ആരുടെ നേതൃത്വത്തിൽ? ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ നേതൃത്വത്തിൽ. He was a temporary chairman. Dr. Rajendra Prasad elected as a permanent chairman of Constituent Assembly. Dr. Sachidanand Sinhane മാറ്റി Dr. Rajendra Prasad was elected as a permanent chairman of Constituent Assembly. അവിടെ പെർമനൻ്റ് ആയിട്ട് എലക്ട് ചെയ്തു. പിന്നെന്താ, after 15th August 1947, the Constituent Assembly became independent to take decision as India got independent from British rule. ബ്രിട്ടീഷ് റൂളിൽ നിന്ന് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കാനുള്ള ഇത് കിട്ടി, റൈറ്റ്സ് കിട്ടി. Dr. B.R. Ambedkar was first appointed as a chairman of the drafting committee which submitted their draft report to Constituent Assembly on 1948. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി ഡ്രാഫ്റ്റ് 1948 സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. On 26 November 1949, the Constitution of India was adopted and was signed by Dr. Rajendra Prasad, Chairman of Constituent Assembly. 1949 November 26 Dr. Rajendra Prasad Constitution Assembly ഒപ്പിട്ടു, സൈൻ ചെയ്തു. ഈ ഡേറ്റ്സ് ഒക്കെ ഓർമ്മ ഉണ്ടാവണേ. In 1915, the final session of Constitution Assembly was unanimously elected Dr. Rajendra Prasad as the first president of independent India, after which Constitution of India became operational. Constitution of India operational ആയി തുടങ്ങിയതിനു ശേഷം 1915 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചു. The Constitution Assembly ratified the Indian membership of the Commonwealth in May 1949. It adopted the national flag on July 22, 1947. 1947 നമുക്കൊരു ജൂലൈ 22 ഇന്ത്യക്ക് ഒരു നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തു. പിന്നെന്താണ്, ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ ആന്തം ഓൺ January 24, 1950. 1950 ഇന്ത്യക്ക് ഒരു നാഷണൽ ആന്തം നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ആൻഡ് ഇറ്റ് അഡോപ്റ്റഡ് നാഷണൽ സോങ് January 24, 1950. അന്ന് തന്നെ ഇന്ത്യക്കൊരു നാഷണൽ സോങ്ങും നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ഇറ്റ് എലക്റ്റഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസ് എ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ January 24, 1915.
1950 എന്താണ് 1950 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് എലക്ട് ചെയ്തു. ഇൻ ബ്രീഫ്, ഇറ്റ് ടു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 2 years 11 months and 17 days to finalize the constitution of India. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് 2 വർഷം 11 മാസം 17 ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഒറിജിനലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻഡ് എ പ്രിയാമ്പിൾ, 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് 395 ആർട്ടിക്കിൾസ് ഉണ്ട്, ഒരു പ്രിയാമ്പിൾ ഉണ്ട്, പിന്നെ 8 ഷെഡ്യൂൾസ് ഉണ്ട്. 395 ആർട്ടിക്കിൾസിനെ നമ്മൾ 22 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് ആണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ് ഇന്ത്യയുടെ സാലിയൻ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് അതാണ് ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടേതാണ്. ലെങ്തിയസ്റ്റ് ഓഫ് ഓൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡിൽ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടേതാണ്. പ്രസന്റ്ലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രിയാമ്പിൾ, അബൌട്ട് 470 ആർട്ടിക്കിൾസ് ആൻഡ് 12 ഷെഡ്യൂൾസ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഫ്രെയിം ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ 1950 ആ സമയത്തും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രിയാമ്പിളും 395 ആർട്ടിക്കിൾസ്, അത് 22 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ആൻഡ് 8 ഷെഡ്യൂൾസ് ആയിരുന്നു ഉണ്ടായത്. പ്രസന്റ്ലി 2019 വെച്ച് നോക്കുകയാണെങ്കിൽ ആൻഡ് നൗ ഒരു പ്രിയാമ്പിൾ 470 ആർട്ടിക്കിൾസ് ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 25 പാർട്സ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് 12 ഷെഡ്യൂൾസ്. റിട്ടൺ ലൈക്ക് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ അൺറിട്ടൺ ലൈക്ക് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് റൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മോഡലും ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. സെക്കൻഡ് വണ് സോവറിൻ, ഡെമോക്രാറ്റിക്, സെക്യുലർ, സോഷ്യലിസ്റ്റ് ആൻഡ് റിപ്പബ്ലിക്. നമ്മുടെ ഇന്ത്യ വരുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് ആൻഡ് സോവറിൻ, സെക്യുലർ, സോഷ്യലിസ്റ്റ് ആൻഡ് റിപ്പബ്ലിക് കൺട്രിയാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. പാർലമെന്റ് ഫോം ഓഫ് ഗവൺമെന്റ്. ദ പാർലമെന്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഗൻസ്. നമ്മളുടെ ഇന്ത്യക്ക് ഒരു പാർലമെന്റ് ഓഫ് ഗവൺമെന്റ് ഉണ്ട്. ആ പാർലമെന്റ് സിസ്റ്റം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അത് ഒരു കോപ്പറേഷനും കോർഡിനേഷനുമാണ്. ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഗൻസ് തമ്മിലുള്ള ഒരു കോപ്പറേഷനും കോർഡിനേഷനാണ് എന്ത്? ഇന്ത്യൻ പാർലമെന്റ് സിസ്റ്റം. കോമ്പിനേഷൻ ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോമ്പിനേഷൻ ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി ആണ്. ആൻഡ് അത് കൺസിസ്റ്റ് ഓഫ് Article 368 ആണ്, deals with the amendment of provision. Single citizenship. In India, all citizens, irrespective of state in which they are born or reside, enjoy the same political and civil rights of citizenship. ഇന്ത്യയിൽ ജനിച്ച ഒരാൾ ഇന്ത്യയിൽ ജനിച്ച് അവിടെ തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് they can enjoy അവിടുത്തെ പൊളിറ്റിക്കലും സിവിൽ റൈറ്റ്സും എൻജോയ് ചെയ്യാനുള്ള അതിനെയാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ബൈ ബർത്ത് കിട്ടുന്ന സിറ്റിസൺഷിപ്പ്. ബൈകാമറൽ യൂണിയൻ ഗവൺമെൻറ്. അപ്പർ ഹൗസ് ആൻഡ് ലോവർ ഹൗസ്. നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൽ എന്തുണ്ട്? അപ്പർ ഹൗസും ഉണ്ട്, ലോവർ ഹൗസും ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഫെഡറൽ ജുഡീഷ്യറി. ഇൻ്റഗ്രേറ്റഡ് ആസ് വെൽ ആസ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. ദ സുപ്രീം കോർട്ട് സ്റ്റാൻഡ്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ദ കൺട്രി. നമ്മുടെ കൺട്രിക്ക് ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. അതിൽ സുപ്രീം കോർട്ടാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഹൈക്കോർട്ട്, വീനോ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, സാധാ കോർട്ട്. അപ്പോൾ സുപ്രീം കോർട്ടാണെന്ത്? ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. Part 3 of Indian Constitution guarantees 6 fundamental rights to all citizens. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പാർട്ട് 3ൻ്റെ അകത്ത് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാ സിറ്റിസൺസിനും അഷ്യൂർ ചെയ്യുന്നുണ്ട്. പാർട്ട് 4A ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫൈസ് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 4ൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീനെയാണ് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീനെയാണ് ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP. നമുക്ക് DPSP എന്താണെന്ന് ക്വസ്റ്റ്യൻ വരും. ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആർ meant for promoting the idea of social and economic democracy. Single election commission, state languages, emergency provision to enable president to meet an extraordinary situation effectively. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? ആർട്ടിക്കിൾ 352, 356, 369. Preamble of the Constitution. The Constitution of India begins with the preamble which specifies the nature of Indian state. ഇന്ത്യയുടെ preamble, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ preamble എന്താണെന്ന് പറയുന്നത്? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ preamble ആദ്യം തന്നെ തുടങ്ങുന്നത് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നാച്ചറിനെ സ്പെസിഫൈ ചെയ്തിട്ടാണ്. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രിഫേസ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു കഥ തുടങ്ങുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കില്ല. അതുപോലെ പ്രിയാമ്പിൾ ഇസ് ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രിഫേഴ്സ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. According to N.A. Palhiwala, preamble is an identity of the constitution. Preamble of Constitution. ഇതാണ് നമ്മുടെ preamble of Constitution. We the people of India, having solemnly resolved to the Constitution of
India into sovereign, socialist, secular, democratic republic and secure to all its citizens justice, social, economics and political, liberty of thought, expression, belief, faith and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of individual and unity and integrity of the nation. In our Constitution Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഇതാണ് ഇന്ത്യയുടെ പ്രിയാമ്പിളം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സോവറിൻ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് എന്താണെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സോവറിൻ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. Okay, what is sovereign? The word sovereign implies that India is neither dependency nor dominion of any other nation but an independent state. സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് വേറെ ഒരു കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുമില്ല, ഡൊമിനേറ്റ് ചെയ്യുന്നില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആണ്. വാട്ട് ഈസ് സോഷ്യലിസ്റ്റ്? ദ ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സോഷ്യലിസം ഈസ് എൻ എ ഡെമോക്രാറ്റിക് സോഷ്യലിസം ആൻഡ് നോട്ട് എ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എന്താണ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെമോക്രാറ്റിക്, എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യമായിട്ടുള്ള ഒരു സോഷ്യലിസം ആണ്, ഒരു കമ്മ്യൂണിസം ആയിട്ടുള്ള സോഷ്യലിസം അല്ല. ഡെമോക്രാറ്റിക്. ആൻഡ് വാട്ട് ഈസ് ഡെമോക്രാറ്റിക്? The term democratic is used to the preamble in the broader sense of embracing not only politically democratic but also social and economic democratic. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം പറഞ്ഞ പോലെ ഡെമോക്രസി പറഞ്ഞാൽ പൊളിറ്റിക്കൽ മാത്രമായിട്ടല്ല, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ എന്ന് വെച്ചാൽ ജനാധിപത്യം എന്നുള്ള രീതിയിൽ സോഷ്യലി എക്കണോമിക്കലി ഡെമോക്രാറ്റിക് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. What is republic? Therefore, the term republic in our preamble indicates that India has an elected head called the president. He is elected indirectly for a fixed period of 5 years. Republic എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യ ഇസ് എൻ റിപ്പബ്ലിക് നേഷൻ എന്ന് വെച്ചാൽ ഇന്ത്യ നമ്മളുടെ പ്രിയാമ്പിളിൻ്റെ അകത്ത് നമ്മൾക്കൊരു പ്രസിഡൻ്റ് ഉണ്ട്. നമ്മുടെ ഹി വാസ് എലക്റ്റഡ് ആസ് 5 years. ഇൻഡയറക്റ്റ്ലി ആയിട്ടാണ് എലക്ട് ചെയ്യുക. ഇന്ത്യ ഇസ് എൻ റിപ്പബ്ലിക് കൺട്രി. ജസ്റ്റിസ്. ദ ടേം ജസ്റ്റിസ് ഈസ് in the preamble embraces 3 distinct forms: social, economic and political. ജസ്റ്റിസ് എന്താണ്? നമ്മളുടെ നാട്ടിൽ എന്തെങ്കിലും ഇതുണ്ടായാൽ ഇത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ജസ്റ്റിസ്. അതെന്താണ്? പ്രിയാമ്പിളിൻ്റെ അകത്ത് 3 distinct forms ആയിട്ടാണത്: സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ലിബർട്ടി. ദ ടേം ലിബർട്ടി മീൻസ് ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ സെയിം ടൈം പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ്. ലിബർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ് ഓരോ ആൾക്കാരുടെ ആക്ടിവിറ്റിയിലും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലിബർട്ടി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. വാട്ട് ഈസ് ഇക്വാലിറ്റി? ദ ടേം ഇക്വാലിറ്റി മീൻസ് ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ് ടു എനി സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ആൻഡ് പ്രൊവിൻഷൻ ടു അഡ്വക്കേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഇൻഡിവിജ്വൽ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഒരാളെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ കാസ്റ്റ്, ക്രിയേഡ്, റിലീജിയൻ, റേസ് ഓർ കളർ അതൊന്നിനും അല്ലെങ്കിൽ മണി അങ്ങനെയൊന്നും ഇത് ചെയ്യാതെ ഈക്വലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഇക്വാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇക്വാലിറ്റി is a term for the preamble of constitution. What is fraternity? Fraternity means a sense of brotherhood. The constitution promotes this feeling of fraternity by the system of single citizenship. നമ്മളുടെ ഒരു ബ്രദർഹുഡ് ഉണ്ട് അല്ലേ? ഇന്ത്യക്ക് ഒരു ബ്രദർഹുഡ് ഉണ്ട്. ആ സെൻസ് ഓഫ് ബ്രദർഹുഡിനാണ് ഫാറ്റർണിറ്റി എന്ന് പറയുന്നത്. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. ആർട്ടിക്കിൾ 1 to 4 അണ്ടർ പാർട്ട് 1 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ആർട്ടിക്കിൾ 1 to 4 എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടെറിട്ടറിനെയും യൂണിയനെയും കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 1 ഡിസ്ക്രൈബ്സ് ഇന്ത്യ ദ ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഫസ്റ്റ് എന്താണ്? ഇന്ത്യയെക്കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഇതാക്കിയിട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഹാഡ് ടു അഡോപ്റ്റ് എ മിക്സ് ഓഫ് ബോത്ത് India, that is Bharat. India is our Bharat. The country is an integral whole and divided into different states only for the convenience of administration. നമ്മുടെ കൺട്രി നമുക്കറിയാലോ, ഇന്ത്യ ഈസ് എ ലാർജസ്റ്റ് കൺട്രി. അപ്പം അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കൺട്രീനെ സ്റ്റേറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 1, the territory of India can be classified into 3 categories. Territories of the state, union territories that may be acquired by the government of India at any time. 3 categories ആയിട്ട് ആർട്ടിക്കിൾ 1 ഇന്ത്യൻ ടെറിട്ടറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം സ്റ്റേറ്റിൻ്റെ ടെറിട്ടറി, യൂണിയൻ്റെ ടെറിട്ടറി, പിന്നെ എന്താണ് ഇന്ത്യൻ ഗവൺമെൻറ് ഏത് സമയത്തും അക്വയർ ചെയ്യാൻ പറ്റിയ ടെറിട്ടറി. അറ്റ് പ്രസൻറ്റ് ദർ ആർ 28 സ്റ്റേറ്റ്സ് ആൻഡ് 9 യൂണിയൻ ടെറിട്ടറീസ്. നമ്മുടെ ഇന്ത്യക്ക് 9 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് ആൻഡ് 28 സ്റ്റേറ്റ്സ് ഉണ്ട്. ദ സ്റ്റേറ്റ്സ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ഫെഡറൽ സിസ്റ്റം ആൻഡ് ദ ഷെയർ ഡിസ്ട്രിബ്യൂഷൻ പവേഴ്സ് with the center.
Article 2 എന്താ നോക്കാം. grants two powers to Parliament. The power to admit into union of the Indian new states and the power to establish new states. Article 3 on other hand relates to the formation or changes in existing states of the Union of India. In other words, Article 3 deals with internal readjustment of the territories of constituent states of Union of India. Article 3 authorizes the Parliament to form a new state by separation of territories for any other state or by uniting two or more states or parts of states or by uniting any territory to a part of any state. B. Increase the area of any state, diminish the area of any state, alter the boundaries of any state, alter the name of any state. എന്താണ്? Moreover, the Constitution itself declares the law as made for admission or establishment of new states and formation of new states and alteration of areas, boundaries or names of existing states are not to be considered as amendments of Constitution under Article 368. This means that such laws can be passed by simply majority and by ordinary legislative process. Citizenship. Citizenship is a status of person recognized under the law of country of belonging to thereof. Citizens are the full members of Indian state who enjoys all the civil and political rights. The Constitution deals with the citizenship from Article 11 to 5 to 11 under Part 2. Single citizenship. The citizenship in India aligns only to the Union. There is no separate citizenship. Citizenship എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്മൾക്ക് നമ്മൾ ആ കൺട്രിയിൽ ഉണ്ടോ എന്നുള്ളൊരു സ്റ്റാറ്റസ് ആണ് അല്ലേ, റെക്കഗ്നൈസ് ചെയ്യാനുള്ള സ്റ്റാറ്റസ് ആണ്, നമ്മൾ ആ കൺട്രിയിൽ ബിലോങ് ചെയ്യുന്നു എന്നുള്ള ഒരു സ്റ്റാറ്റസ് ആണ് സിറ്റിസൺഷിപ്പ്. ആൻഡ് സിറ്റിസൺസ് എന്ന് പറയുന്നത് ആരാണ്? ആ കൺട്രിയുടെ ഫുൾ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 5 to 11 ആണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഡെപിക്റ്റ് ചെയ്യുന്നത് അണ്ടർ പാർട്ട് 2-ൽ. പിന്നെന്താണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ആർക്കാണ്? യൂണിയന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. According to Constitution, the following 4 categories of persons became the citizens of India and its commencement, that is on January 26, 1915. Person domiciled in India. Person migrated from Pakistan. Person migrated to Pakistan but later returned. Person of Indian origin residing outside the India. നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. പിന്നെ ഒന്ന് പേഴ്സൺസ് ഇൻ ഇന്ത്യ, പിന്നെ എന്താ പാകിസ്ഥാനിൽ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർക്ക്, പിന്നെ പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പക്ഷേ ലേറ്റർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. പിന്നെന്താണ് പേഴ്സൺസ് ഓഫ് ദ ഇന്ത്യൻ ഒറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക്. Citizenship Act in 1955. The Citizenship Act in 1955 provides for acquisition and loss of citizenship after the commencement of Constitution. Acquisition of the citizenship. നമുക്ക് എങ്ങനെ സിറ്റിസൺഷിപ്പ് കിട്ടുക എന്നുള്ളതാണ്. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. നമുക്ക് എന്താണ് ബർത്ത് വഴി സിറ്റിസൺഷിപ്പ് കിട്ടും. പിന്നെ എന്താ ഡസൻറ്റ് എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ. എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ ഷോൾ നോട്ട് ബി ഇന്ത്യൻ citizen of India by the descent unless his birth is registered as Indian consultant within 1 year of date of birth or within പെർമിഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആഫ്റ്റർ എക്സ്പയറി ഓഫ് ദ സെറ്റ് പീരീഡ്. ഒരു എന്താ പറയുക പേഴ്സൺ ഔട്ട്സൈഡ് പോകണം, അതായത് ഇന്ത്യക്ക് പുറത്തൊരാൾ ജനിച്ചാൽ അയാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ കൺസൾട്ടൻറ്റിൽ 1 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. അഥവാ അയാൾ ആ 1 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനിലൂടെ അയാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതാണ്. പിന്നെന്താണ് രജിസ്ട്രേഷൻ. ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഓൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ സിറ്റിസൺ ഓഫ് ഇന്ത്യ എനി പേഴ്സൺ. എല്ലാ പേഴ്സൺസിനും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടും. പിന്നെന്താണ് നാച്ചുറലൈസേഷൻ. ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഓൺ ആപ്ലിക്കേഷൻ ഗ്രാൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് നാച്ചുറലൈസേഷൻ ടു എനി പേഴ്സൺ. നാച്ചുറലൈസേഷനിലൂടെ കിട്ടാം. പിന്നെ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇഫ് എനി ഫോറിൻ ടെറിട്ടറി ബിക്കംസ് എ പാർട്ട് ഓഫ് ഇന്ത്യ, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പെസിഫൈ ദ പേഴ്സൺ ഹു എമംഗ് ദ പീപ്പിൾ ഓഫ് ദ ടെറിട്ടറി ഷോൾ ബി ദ സിറ്റിസൺഷിപ്പ്. ഏതെങ്കിലും ഒരു ഫോറിൻ ടെറിട്ടറി ഇന്ത്യയുടെ ഭാഗം ആയാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാം? അവിടെയുള്ള പേഴ്സൺസിന് ഇന്ത്യൻ പോസ് ഓഫ് സിറ്റിസൺഷിപ്പ് ആണ് പറയുന്നത്. ബൈ റെനൗൺസിയേഷൻ എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓഫ് ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി ക്യാൻ മേക്ക് ഡിക്ലറേഷൻ റെനൗൺസിങ് ഹിസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. എന്ന് വെച്ചാൽ അയാൾക്ക് തന്നെ പ്രഖ്യാപിക്കുക അയാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന്. എങ്ങനെ? അയാൾക്ക് ഫുൾ ഏജ് മീൻസ് അയാൾ ഒരു 18 ഏജ് പ്രായപൂർത്തി കഴിഞ്ഞാലും ആൻഡ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അയാൾക്ക് ഡിക്ലെയർ ചെയ്യാം ഐ ആം നോട്ട് എൻ ഇന്ത്യൻ സിറ്റിസൺ. പിന്നെന്താണ് ബൈ ടെർമിനേഷൻ. വെൻ ആൻ ഇന്ത്യൻ സിറ്റിസൺ voluntarily acquires citizenship of another country, his Indian citizenship
ടെർമിനേഷനിലൂടെ എന്താണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം. എങ്ങനെ? അയാൾ ഇപ്പോൾ വോളണ്ടറിലി വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലാണെങ്കിൽ അയാളുടെ സിറ്റിസൺഷിപ്പ് തെറിച്ചു പോകും. അതിനാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ബൈ ഡിപ്രിവേഷൻ, ഇറ്റ് ഈസ് കമ്പൽസറി ടെർമിനേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ബൈ സെൻട്രൽ ഗവൺമെൻറ് എന്താ സിറ്റിസൺഷിപ്പ് എടുത്ത് കളയുക പെട്ടെന്നുള്ള കമ്പൽസറി ആയിട്ടുള്ള ടെർമിനേഷൻ പറയുന്നതാണ് ഡിപ്രിവേഷൻ. അത് ഏതൊക്കെ സ്റ്റേജിലാണെന്ന് വെച്ചാൽ സിറ്റിസൺസ് ഹാസ് ഒബ്റ്റെയിൻ ദ സിറ്റിസൺഷിപ്പ് ബൈ ഫ്രോഡ് മീൻസ് അയാൾ കള്ളത്തരത്തിലൂടെയാണ് അയാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നേരെ അവരെ ഡിപ്രൈവ് ചെയ്യാം. പിന്നെന്താണ് സിറ്റിസൺഷിപ്പ് ഹാസ് ഷോൺ ബൈ ഡിസലോയൽറ്റി ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അവരെന്തെങ്കിലും ഡിസലോയൽറ്റി കാണിച്ചാൽ പിന്നെന്താണ് അൺലോഫുള്ളി ട്രേഡഡ് ഓർ കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് എനിമി ഡ്യൂറിങ് എ വാർ. ഒരു വാറിൻ്റെ സമയത്ത് നമ്മുടെ എനിമിയോട് അൺലോഫുള്ളി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റോ ചെയ്താൽ അയാളുടെ സിറ്റിസൺഷിപ്പ് പോകും. ദ സിറ്റിസൺഷിപ്പ് ഹാസ് വിത്തിൻ 5 years ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓർ നാച്ചുറലൈസേഷൻ ബീൻ ഇംപ്രിസൺ ഇൻ എനി കൺട്രി ഫോർ 2 years. നാച്ചുറലൈസേഷനിലൂടെ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടൈം ഓഫ് പീരീഡിൽ എന്താണ് അയാൾ ജയിലിൽ കിടക്കാൻ ഇടയാൽ 2 വർഷം ജയിലിൽ കിടക്കാൻ ഇടയായാൽ അയാളുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. പിന്നെന്താണ് ദ സിറ്റിസൺ ഹാസ് ബീൻ ഓർഡിനറിലി റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഫോർ 7 years കണ്ടിന്യൂസ്ലി. ഇന്ത്യക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും താമസിച്ചാൽ അയാളുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. അപ്പോൾ മൊഡ്യൂൾ 1 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയുള്ളത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.